10 സജ്ജന മാനസങ്ങൾക്ക് സാദര നമസ്കാരം. 108 വൈഷ്ണവാലയങ്ങളിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന 13 ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമായ ശ്രീ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ പെരുമയും ചരിത്രവുമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പരിപാടിയിലൂടെ നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. കേരളത്തിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഭഗവാൻ പത്നി സമേതനായി കുടികൊള്ളുന്ന ഏക ക്ഷേത്രമാണ് കോഴിക്കോട് സാമൂതിരി രാജാവ് ട്രസ്റ്റിയായ നാവാമുകുന്ദ ക്ഷേത്രം. നവയോഗികളായ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രി, ദ്രുമിളൻ, ചമസ്സൻ, കരഭാജൻ എന്നിവരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിനാലാണ് ഭഗവാന് നാവാമുകുന്ദൻ എന്ന പേര് വന്നത്. പുണ്യഭൂമിയായ ഭാരതപ്പുഴ പവിത്രമാകപ്പെടുന്നത് ഈ പുണ്യസ്ഥലത്ത് വെച്ചാണ്. പുഴയുടെ മറുകരയിൽ ബ്രഹ്മാവും ശിവനും ഇക്കരെ നാവാമുകുന്ദനും ത്രിമൂർത്തികളായി വിളങ്ങുന്നതിനാലും ഈ 3 ക്ഷേത്രങ്ങളും ത്രികോണാകൃതിയിൽ ശ്രീചക്രരൂപത്തിൽ ആയതിനാലും ഈ പുഴയും ഈ മണ്ണും ദേവസംഗമമായ മോക്ഷസ്ഥാനമാണ് എന്നത് മഹാപണ്ഡിതർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. മോക്ഷപ്രദായകനായ ഈ ചതുർബാഹു പ്രതിഷ്ഠ വരുവാനുള്ള ഐതിഹ്യം ഇങ്ങനെ. സഹോദരങ്ങളായ നവയോഗികൾക്ക് 9 സാളഗ്രാമങ്ങൾ ലഭിക്കുകയും അവ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രേഷ്ഠ ഭൂമി അന്വേഷിച്ച് നടന്ന യോഗികൾ ഭാരതപ്പുഴയുടെ കരയിൽ എത്തുകയും സാളഗ്രാമം പ്രതിഷ്ഠിക്കാൻ ഇതിലും പവിത്രമായ തീരം ഇനി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവർ 9 പേരിൽ 8 പേരും ആ തീരത്ത് സാളഗ്രാമ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പക്ഷേ ആ 8 സാളഗ്രാമങ്ങളും പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ തന്നെ ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തു പോവുകയും ചെയ്തു. കൃത്യമായ പൂജകൾ നടത്താതെ പ്രതിഷ്ഠ നടത്തിയതിനാലാണ് സാളഗ്രാമങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കപ്പെടാത്തത് എന്ന് മനസ്സിലാക്കിയ 9ാമത്തെ യോഗിയായ കരഭാജൻ തൻ്റെ കയ്യിലുള്ള സാളഗ്രാമം കൃത്യമായ പൂജകൾ നടത്തി പ്രതിഷ്ഠിച്ചതിനാൽ വിഗ്രഹം അവിടെ ഉറച്ചു എന്നുമാണ് ഐതിഹ്യം. പ്രതിഷ്ഠിക്കപ്പെട്ട സാളഗ്രാമം ഉൾപ്പെടെ 9 സാളഗ്രാമങ്ങളിലും ചൈതന്യം ഉള്ളതിനാലാണ് ഭഗവാന് നാവാമുകുന്ദൻ എന്ന പേര് വന്നത്. അഭിഷേകത്തിനും നിവേദ്യത്തിനും ഭാരതപ്പുഴയിലെ ജലവും, ദീപത്തിനായി നെയ്വിളക്കും, പുഷ്പമായി താമരയും, നിവേദ്യമായി പാൽപ്പായസവും നിത്യവും നടത്തിക്കൊള്ളാം എന്ന വിധേയത്തോടെയാണ് പ്രതിഷ്ഠ നടത്തിയത്. ഈ വഴിപാടുകൾ ഇന്നും യഥാക്രമം തുടർന്നു വരുന്നു. ക്ഷേത്രത്തിലെ കന്നിമൂലയിലെ ആദികേശവ സങ്കല്പത്തിലെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. മലയാദ്രിയിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ഇന്ദ്രദുർബിനെ കാണാൻ ഒരു ദിവസം അഗസ്ത്യമുനി വന്നു എന്നും തപസ്സിൽ മുഴുകിയ ഇന്ദ്രദുമ്നൻ മുനിയെ കാണാത്തതായി ഭവിച്ചു. ഇതിൽ കുപിതനായ മുനി രാജാവിനെ ആനയായിത്തീരട്ടെ എന്ന് ശപിച്ചു. രാജാവ് തനിക്ക് ശാപമോക്ഷം തരണമെന്ന് കേണപേക്ഷിച്ചതിനെ തുടർന്ന് മഹാവിഷ്ണുവിനാൽ രാജാവിന് ശാപമോക്ഷം ലഭിക്കും എന്ന് അരുൾ ചെയ്ത് മുനി അവിടെ നിന്നും മടങ്ങി. ആരെയും ഭയക്കാതെ അഹങ്കാരിയായി മാറിയ ആന നദിയിലിറങ്ങി വെള്ളം കലക്കി മതിച്ചു നിൽക്കുന്നതിനിടയിൽ അതേ നദിയിൽ ശാപത്താൽ മുതലയായി മാറിയ ഗന്ധർവനായ ഹൂഹു ശല്യക്കാരനായ ആനയുടെ കാലിൽ കടിച്ചു. ആനയായി മാറിയ രാജാവ് തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് മുതലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയാതെ വന്നതോടെ ശക്തിയുടെ അഹങ്കാരം തീർന്ന ഗജേന്ദ്രൻ നദിയിൽ നിന്നും താമരപ്പൂക്കൾ പിഴുതെടുത്ത് ഭഗവാനെ അകമഴിഞ്ഞ് സ്തുതിക്കുകയും അതിൽ സംപ്രീതനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് മുതലയെ വധിക്കുകയും രാജാവിനും ഗന്ധർവനും ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു. ഗജേന്ദ്രനിൽ സംപ്രീതനായ ഭഗവാൻ തൻ്റെ വലതുഭാഗത്ത് ആദിഗണേശനായി അദ്ദേഹത്തിന് സ്ഥാനം നൽകുകയും ചെയ്തു. ആദിഗണേശനായി കുടികൊള്ളുന്നത് കൊണ്ട് ദ്വാരപാലകരായി ഇവിടെ ഗണപതിയെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കറുകമാല, നാരങ്ങമാല, ചന്ദനം ചാർത്ത് എന്നിവ ഏറെ പ്രാധാന്യമുള്ള വഴിപാടുകളാണ്.
നാലമ്പലത്തിനകത്ത് വായുകോണിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാലക്ഷ്മി വരദ അഭയമുദ്രകളോടുകൂടി ഇഷ്ടവരദായിനിയായി വിളങ്ങി വിരാജിക്കുന്നു. ഭഗവാനോടൊപ്പം ശ്രീ മഹാലക്ഷ്മിയും ചൈതന്യം തുളുമ്പി നിൽക്കുന്നതിനാൽ ഈ ക്ഷേത്രദർശനം ദാരിദ്ര്യ ദുഃഖ ശമനത്തിന് ഏറെ ശ്രേഷ്ഠം എന്നതിൽ സംശയമില്ല. ഭാഗ്യസൂക്തം, മംഗല്യസൂക്തം, ത്രികാലപൂജ എന്നിവ ഏറ്റവും പ്രധാന വഴിപാടുകളാണ്. കാര്യസാധ്യത്തിനായി ഭക്തർ നടത്തുന്ന മലർപ്പറയും ചുറ്റുവിളക്കും ഏറെ ഫലം കണ്ടുവരുന്ന വഴിപാടുകളാണ്. നാരായണനും ലക്ഷ്മിയും ഒരുമിച്ചുള്ളതിനാൽ മംഗല്യഭാഗ്യത്തിന് ഈ ക്ഷേത്രദർശനം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ പ്രാർത്ഥിച്ച് ലക്ഷ്മി നാരായണ പൂജ നടത്തി മംഗല്യം കഴിഞ്ഞാൽ വധൂവരന്മാർ ഒരുമിച്ചെത്തി മലർപ്പറ വഴിപാടായി നടത്തിവരുന്നു. നിരവധി ഭക്തർക്കാണ് ഈ വഴിപാടുകളിലൂടെ ഭാഗ്യം വന്നു ചേർന്നിട്ടുള്ളത്. ഒരിക്കൽ നാവാമുകുന്ദനെ ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തിയ ആദിശങ്കരൻ തൻ്റെ പാദം കൊണ്ട് ക്ഷേത്രത്തിനകത്ത് ചവിട്ടാതെ മുട്ടുകുത്തിയാണ് ഭഗവാന് പ്രദക്ഷിണം ചെയ്തത്. ഇത് കണ്ടുനിന്നവർ അദ്ദേഹത്തോട് കാരണം തിരക്കിയപ്പോൾ ശ്രീലകത്ത് മാത്രമല്ല ഭഗവത് ചൈതന്യമെന്നും അന്തർദാനം ചെയ്ത 8 സാളഗ്രാമങ്ങളും ഭഗവത് ചൈതന്യം തുളുമ്പി ക്ഷേത്രത്തിനകത്ത് നിലകൊള്ളുന്നുവെന്നും ഭഗവാനെ തൻ്റെ പാദങ്ങളാൽ ചവിട്ടാതിരിക്കാനാണ് മുട്ടുകുത്തി പ്രദക്ഷിണം ചെയ്തത് എന്നും അവരെ അറിയിച്ചു. അത്രയേറെ പവിത്രവും ചൈതന്യവുമാണ് ഈ ശ്രീകോവിലും ചുറ്റമ്പലവും. പണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു യാഗം നടത്തുവാൻ ത്രിമൂർത്തികളും ദേവേന്ദ്രനും തീരുമാനിച്ചു. ഇതിനായി ബ്രഹ്മാവും ശിവനും പുഴയുടെ തെക്കേ കരയിലും മഹാവിഷ്ണുവും ഇന്ദ്രനും പുഴയുടെ വടക്കേ കരയിലും താമസിച്ചു. നിർഭാഗ്യവശാൽ ഇവരുടെ പത്നിമാരായ സരസ്വതി, പാർവതി, ലക്ഷ്മി, ഇന്ദ്രാണി എന്നിവർ നദികളായി മാറുകയും അതോടൊപ്പം യാഗം മുടങ്ങുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. നാവാമുകുന്ദൻ്റെ തിരുനടയിൽ ഈ പുണ്യനദിയിലെ പിതൃതർപ്പണം ഏറെ പ്രാധാന്യമുള്ളതാണ്. പരശുരാമൻ തൻ്റെ പിതാവായ ജമദഗ്നി മഹർഷിക്ക് മോക്ഷം ലഭിക്കുവാനായി 21 വട്ടം ക്ഷത്രിയ നിഗ്രഹം നടത്തി അവരുടെ രക്തം ബലിയർപ്പിച്ചു. എങ്കിലും മോക്ഷം ലഭിക്കാതെ വന്നു. ക്ഷത്രിയ വംശത്തെ ഉന്മൂലനം ചെയ്തതിൻ്റെ കുറ്റബോധം പരശുരാമനെ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം തൻ്റെ സകല സ്വത്തുക്കളും ദാനം ചെയ്ത് താൻ സൃഷ്ടിച്ച കേരള ഭൂമിയിൽ ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ താൻ ഗുരുതി കൊടുത്ത ആത്മാക്കൾ അദ്ദേഹത്തെ പിന്തുടരുന്നതിനാൽ ആ യാഗം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു. തൻ്റെ തപശക്തി വീണ്ടെടുക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന് ഏകാഗ്രത ലഭിക്കാതെ വരികയും തൻ്റെ കരങ്ങളാൽ വധിക്കപ്പെട്ട ആത്മാക്കൾക്ക് മോക്ഷം നൽകാതെ അത് സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. ഈ ത്രിമൂർത്തി സംഗമ ഭൂമിയിലെത്തിയ പരശുരാമൻ ശ്രീ നാവാമുകുന്ദൻ്റെ മുൻപിൽ ഈ പുണ്യതീരത്ത് ബലിതർപ്പണം നടത്തി യഥാവിധി മുകുന്ദന് പൂജകൾ ചെയ്ത് പിതാവിനും തൻ്റെ കരങ്ങളാൽ വധിക്കപ്പെട്ടവർക്കും മോക്ഷം നൽകി. ത്രികോണാകൃതിയിൽ ശ്രീചക്രരൂപത്തിൽ ഈ നദിക്കരയിലെ 3 ക്ഷേത്രങ്ങളും ത്രിമൂർത്തി സംഗമമായതിനാൽ 33 കോടി ദേവതാ സാന്നിധ്യവും ഇവിടെ ഉള്ളതിനാൽ പിതൃതർപ്പണം നടത്തി തിലഹോമം, സായുജ്യ പൂജ, നെയ്വിളക്ക്, താമരമാല, പാൽപ്പായസം, കാൽകഴുകിച്ചൂട്ട്, പുരാണ പാരായണം, അന്നദാനം എന്നിവ നടത്തിയാൽ പിതൃമോക്ഷം ലഭിച്ച് ആത്മാവ് ഭഗവാനിൽ ലയിക്കുകയും 7 തലമുറയിലെ പിതൃക്കൾക്ക് ശാന്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. കർക്കിടകവാവ്, തുലാവാവ്, കുംഭവാവ്, വൈശാഖവാവ് തുടങ്ങി വാവ് ദിവസങ്ങൾ ബലിതർപ്പണത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ്. ക്ഷേത്ര ഐതിഹ്യങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ശ്രീകോവിലിൻ്റെ പുറകിലായി അടഞ്ഞു കിടക്കുന്ന വാതിലും അതിനു താഴെയുള്ള നന്ദികേശ്വരനും. 16 വയസ്സ് തികഞ്ഞ മാർക്കണ്ഡേയൻ്റെ ജീവനു വേണ്ടി യമധർമ്മൻ തന്നെ നേരിട്ടെത്തുകയും യമധർമ്മനിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി മുനികുമാരൻ നാവാമുകുന്ദൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചപ്പോൾ കാലനെ ജയിക്കാൻ ശ്രീ മഹാദേവനായ തൃപ്പങ്ങോട്ടപ്പനെ ശരണം പ്രാപിക്കാൻ ഭഗവാൻ അരുളി ചെയ്യുകയും ചെയ്തു. യമധർമ്മൻ പുറത്ത് കാത്തുനിൽക്കുന്നുണ്ട് എന്ന് മുനികുമാരൻ പറഞ്ഞപ്പോൾ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത്
പ്രത്യേകം വാതിൽ സൃഷ്ടിച്ച് അതിലൂടെ പോകാൻ പറയുകയും യമധർമ്മൻ അടുത്തു വരാതിരിക്കുവാൻ ആൽമരത്തിൻ്റെ വിത്തുകൾ നൽകുകയും അത് പോകുന്ന വഴിയിൽ ഇടാൻ നിർദ്ദേശിക്കുകയും വഴികാട്ടിയായി നന്ദികേശനെ അയക്കുകയും ചെയ്തു. മാർക്കണ്ഡേയനെ ശിവങ്കലെത്തിക്കുവാൻ വേണ്ടി നാവാമുകുന്ദ സന്നിധിയിലെത്തിയ നന്ദികേശൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീകോവിലിൻ്റെ പുറകിലായി നന്ദികേശനെ സ്ഥാപിച്ചിട്ടുള്ളത്. ദിവസവും 3 നേരം ശീവേലി നടന്നു വരുന്ന മഹാക്ഷേത്രമാണ് ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം. 30 വ്യാഴാഴ്ചകളിൽ തന്ത്രിപൂജയും മറ്റു പ്രധാനപ്പെട്ട തിരുവോണവാരവും ഋഗ്വേദ ലക്ഷാർച്ചനയും ഭാഗവത സപ്താഹവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നിറപുത്തരിയും ഗജപൂജയും ആനയൂട്ടും ദ്രവ്യകലശവും ഏറെ പ്രാധാന്യത്തോടെ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. കുംഭമാസത്തെ വെളുത്തപക്ഷത്തെ ഏകാദശി ശ്രീ നാവാമുകുന്ദൻ്റെ ഏകാദശിയായി ഒരു ദിവസത്തെ ഉത്സവ ചടങ്ങുകളോടെ ആഘോഷിച്ചു വരുന്നു. മീനമാസത്തിലെ അത്തം നക്ഷത്രത്തിലെ ഭഗവാന്റെ പ്രതിഷ്ഠാദിനം ഉദയാസ്തമന പൂജയോടുകൂടിയാണ് നടക്കുന്നത്. മണ്ഡലം 41 ദിവസം ഭഗവാന് കളഭാഭിഷേകവും നടത്തിവരുന്നു. മേടം 1-ാം തീയതി ക്ഷേത്ര ഉത്സവാഘോഷം തുടങ്ങുമെങ്കിലും മേടസംക്രമത്തിന് കൊടികയറി വിഷുക്കണി കാണുന്ന അപൂർവ ക്ഷേത്രമാണ് ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം. ഈ ദിവസങ്ങളിൽ ഒന്നിൽ സൂര്യകിരണങ്ങൾ നേരിട്ട് ശ്രീകോവിലിൽ പതിക്കുന്നു എന്നതും ഏറെ പ്രാധാന്യമുള്ളതാണ്. നമ്മ ആഴ്വാർ, തിരുമങ്കൈ ആഴ്വാർ എന്നിവർ കീർത്തനം രചിച്ചിട്ടുള്ളതും നീളയുടെ തീരത്തെ ചരിത്രപ്രസിദ്ധമായ മാമാങ്കവും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം അപൂർവതയാണ്. തിരുനാവായ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായി മതിലിനു പുറത്ത് കലിയുഗവരതനായ ശ്രീ അയ്യപ്പൻ കുടികൊള്ളുന്നു. ജടാധാരിയായ താപസരൂപിയായാണ് അയ്യപ്പ പ്രതിഷ്ഠ. എടവമാസത്തിലെ പൂയം നക്ഷത്രത്തിലെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠാദിനം ഉദയാസ്തമന പൂജയോടെയാണ് ആചരിക്കുന്നത്. ക്ഷേത്രദർശന സമയം രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 7:30 വരെയുമാണ്. കൽപ്പുഴ മനയ്ക്കാണ് ക്ഷേത്ര താന്ത്രിക അവകാശം. ക്ഷേത്ര മേൽശാന്തി അവകാശം അരീക്കര മനയ്ക്കുമാണ്. അപൂർവതകളും ഐതിഹ്യ പെരുമയും ചരിത്രവും സമന്വയിക്കുന്ന ഈ നാവാമുകുന്ദ ക്ഷേത്ര ദർശനം ഏതൊരു ഭക്തൻ്റെയും ജന്മസുഹൃതമാണ് എന്നതിന് 2 പക്ഷമില്ല. നാവാമുകുന്ദ ഹരേ, ഗോപാലക പാഹി മുകുന്ദ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ.